വൈറ്റ് ഹൗസിന്റെ ചരിത്രപ്രധാനമായിട്ടുള്ള പ്രസംഗ വേദിയിൽ നിന്നുകൊണ്ട് ഇറാനെ സൈനികമായിട്ട് പൂർണ്ണമായിട്ട് നിഷ്പ്രഭമാക്കിയെന്നും യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിനം ലോകം നോക്കിയ ഒന്നായി. 5 ആഴ്ചയായിട്ട് തുടരുന്ന അതിശക്തമായിട്ടുള്ള സൈനിക നടപടികളിലൂടെ ഇറാന്റെ നട്ടലൊടിച്ചത് പ്രധാന സൈനിക കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശം. എന്നാൽ ഈ പ്രസംഗത്തിന്റെ അലയൊലികളൊക്കെ തന്നെ നടക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെ എത്തിച്ചുകൊണ്ട് ഇസ്രായേലിൽ ഇറാന്റെ മിസൈൽ വർഷം ആരംഭിക്കുകയും ട്രംപിന്റെ പ്രസംഗം കഴിഞ്ഞ 15 മിനിറ്റിനുള്ളിൽ നടന്ന ഈ ആക്രമണം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും പ്രസിഡന്റിന്റെയും പ്രസംഗത്തിന്റെ വാക്കുകളെ വെല്ലുവിളിക്കുന്ന ഒന്നായി മാറി. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായിട്ട് തകർത്തുവന്ന പെന്റഗണിന്റെ റിപ്പോർട്ടുകൾ തുറന്നു വന്നതിന് തൊട്ട് പിന്നാലെ നടന്ന ഈ ആക്രമണം ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളെ ഭേദിച്ചുകൊണ്ട് പതിച്ച ഈ മിസൈലുകൾ ഇറാന്റെ കരുത്ത് ഇനിയും തോന്നിട്ടില്ല എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവായിട്ട് മാറി. ട്രംപ് തന്റെ 19 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ലോകത്തും സംസ്ഥാന പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ നിലയ്ക്കാൻ തുടരുന്ന സംഘർഷം ആഗോളതലത്തിൽ പുതിയ രാഷ്ട്രീയ രൂപീകരണത്തെ ഇപ്പോൾ വഴിതെളിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നടപടികൾക്കെതിരെ ചൈനയും റഷ്യയും അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. അത് അന്താരാഷ്ട്ര തന്നെ വലിയ ചർച്ചകളൊക്കെ ഇപ്പോൾ തുറന്നു. പ്രധാനമായിട്ടും ഹോർമസ് കടലിടത്തിലെ ഉപരോധവും അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികരെ തന്നെ അയക്കാനുള്ള നീക്കവുമാണ് ഈ 2 വൻ ശക്തികളെ ഇവിടെ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ലോകത്തിന്റെ എണ്ണനാടി എന്ന് വിളിക്കപ്പെടുന്ന ഈ ഹോർമസ് കടലിടത്ത് അറബികൾ ആഗോള എണ്ണ കൂടിയ തന്നെ സ്ഥാനമായിട്ട് ഇപ്പോൾ ബാധിക്കും. മേഖലയിലെ സമാധാനം തകർക്കുന്നതിന് പിന്നിൽ അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിന്റെയും താല്പര്യങ്ങളാണെന്നാണ് ചൈനയും റഷ്യയും ഹോർമസ് കടലിടത്തിലെ
തീർച്ചയായിട്ടും ആഗോള എണ്ണ നീക്കത്തെയാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും തലയിൽ കെട്ടിവയ്ക്കാനാണ് ചൈന ഉണ്ടായിരുന്നത്. ഇറാനെതിരെ US ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ